മാതാപിതാക്കൾ മക്കളുമായുള്ള ബന്ധം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ, എങ്ങനെയായാലും ശരി. എന്തായാലും വാപ്പായും ഉമ്മായും നമ്മുടെയാണ്, നമ്മുടേതാണ് വാപ്പായും ഉമ്മായും. അതാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ രീതി അങ്ങനെയാണ്. നീ ആരുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വാപ്പായുടെ കൂടെയാണ് ഉമ്മയുടെ കൂടെയാണെന്ന് പറയണം. നീ നിൻ്റെ വാപ്പ എവിടെയാണ്? വാപ്പായും ഉമ്മ എൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത് എന്ന് പറയരുത്. അത് ആദ്യം മനസ്സിലാക്കിക്കോ. അത് ഏറ്റവും വലിയ അദബ് കെട്ട പരിപാടിയാണ്. വയസ്സായ ഉമ്മ, വയസ്സായ വാപ്പ, വാപ്പയും ഉമ്മയും പക്ഷേ നമ്മുടെ അധീനതയിലായിരിക്കും താമസിക്കുന്നത്. അപ്പം ആളുകൾ ചോദിക്കും, കുടുംബക്കാർ ചോദിക്കും, വാപ്പായും ഉമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. എവിടെ ഇപ്പോൾ? എൻ്റെ കൂടെ അല്ലേ? അല്ല, വാപ്പാടെ ഉമ്മാടെ കൂടെയാണ് ഞാനും താമസിക്കുന്നത് എന്ന് പറയണം. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് വരെ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ, മാറ്റിയല്ലേ പറഞ്ഞത്. ഏറ്റവും വലിയ അദബ് കേടാണ് ആ വാക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. വാപ്പാടെ ഉമ്മാടെ വാപ്പാക്കൊണ്ട് പൈസ എണ്ണി കൊടുക്കരുത്. വാപ്പ കൈ നീട്ടരുത് ആ പൈസ വാങ്ങാൻ. മോൻ്റെ കയ്യിൽ നിന്ന് പൈസ കൈ നീട്ടി വാങ്ങരുത്. കൊണ്ടുവച്ച് മേശയുടെ മുകളിൽ കൊണ്ടുവയ്ക്കണം. വാപ്പ എടുത്തു, വാപ്പാടെ ഇഷ്ടം അനുസരിച്ച് എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി. അങ്ങനെയുള്ള മക്കളുണ്ടോ ഈ കൂട്ടത്തിൽ? വാപ്പാടെ അടിച്ചു മാറ്റാൻ നടക്കുകയാണ്. വാപ്പായ ആസിഡ് ഒഴിച്ചിട്ട് എങ്ങനെയെങ്കിലും മയക്കുമരുന്ന് കൊടുത്തിട്ട് പഞ്ച് ചെയ്ത് ഒപ്പിട്ട് ഉള്ളത് മൊത്തം എഴുതി വാങ്ങാൻ നടക്കുന്ന ഉഡായിപ്പ് മക്കളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവരോടാണ് പൈസ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ട് വാപ്പ എടുത്തിട്ട് ബാക്കി ചെയ്ത്. അതാ അല്ല, മക്കളെ തന്നെ സംഭവം കിട്ടും. ഓടി അങ്ങോട്ട് പോയാൽ മതി അങ്ങനെയുള്ള മക്കളെ കിട്ടാൻ. രണ്ടുപേരുടെ വേറെത് അങ്ങനെയുള്ള മക്കൾ വാപ്പ ഉറങ്ങുന്ന സമയം നോക്കി അടിച്ചു മാറ്റാൻ പോക്കറ്റിൽ നിന്ന്. അങ്ങനെയുള്ള മക്കളാ. പക്ഷേ എങ്ങനെ അദബ് എങ്ങനെയാണ്? വാപ്പാക്കുന്ന വാപ്പ പൈസ, വണ്ടി കുലിക്കുന്ന പൈസ, ചെലവിരുന്ന പൈസ എന്നല്ല, അത് കയ്യിൽ കൊടുക്കലല്ല വേണ്ടത്. അതുകൊണ്ട് അവിടെ വെക്കണം. അത് അദബ് കേടാണ്. അപ്പൊ വാപ്പ എൻ്റെ മുന്നിൽ കൈ നീട്ടാൻ പാടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. വാപ്പ എൻ്റെ മുന്നിൽ കൈ നീട്ടരുത്, ഉമ്മ എൻ്റെ മുന്നിൽ കൈ നീട്ടരുത്. അത്രയും നീചയോ അല്ല ഉമ്മ, അത്രയ്ക്ക് നീചനല്ല വാപ്പ. ആരുടെ മുന്നിൽ കൈ നീട്ടാൻ പാടില്ല. വാപ്പാടെ മുന്നിൽ നമ്മൾ പോയി നീട്ടണം. ഉപ്പ താ 10 പൈസ താ, ഉമ്മ താ 10 പൈസ താ. അതായിരിക്കണം മക്കൾ ഇനി സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നവരാകുമ്പോൾ ഈ സമ്പത്ത് കൊണ്ട്, ഈ പണം കൊണ്ട് വാപ്പാക്ക് ആവശ്യമുള്ളത് വാപ്പ ഇതാ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ടുണ്ട്, ഇതാ ഏറ്റവും കാർഡ് ഇഷ്ടമുള്ളത് പോയെടുത്തോ. അങ്ങനെയുള്ള മക്കളാണ് സാലിഹായ മക്കൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ മക്കളെ ആക്കിയെടുക്കാൻ എന്ത് വേണം പണി, ആ പണിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നല്ലപോലെ ഇരുന്ന് കേൾക്കണം. പണിയിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നാളെ മുതൽ ആ പണി തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നേരത്തെ പറഞ്ഞു, ആദ്യമായി നല്ല മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഭാര്യ ഗർഭിണിയാകുമ്പോഴേ നമ്മൾ ദുആ ചെയ്യണം, സാലിഹായ ഒരു കുട്ടിയെ താ പടച്ചവനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. ഭാര്യ ഗർഭിണിയാകുമ്പോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമ എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കണേ, അള്ളാഹുവേ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ നൽകിയാൽ ഞങ്ങൾ തീർത്തും നന്ദിയുള്ളവരായിരിക്കും. നന്ദി ഉണ്ടായിരിക്കും. അള്ളാഹു നന്ദിയുള്ളവരായിരിക്കും. നമ്മൾ അങ്ങനെയുള്ള ദ്വാരക്കാൻ, നീ ഒരു കുട്ടിയെ തരുമ്പോൾ ആ കുട്ടിയെ സ്വാലിഹാക്കി തരണമെന്ന്. അതാണ് അള്ളാഹു തആല നമ്മളോട് പറയാൻ പറഞ്ഞത്. ദുആ ചെയ്യുമ്പോൾ അങ്ങനെ, സ്വാലിഹായ കുട്ടിയെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ തീർത്തും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും അല്ലാഹ്. ആദ്യത്തെ ദുആ അങ്ങനെയാണ്. ആദ്യത്തെ ദുആ നമ്മൾ അങ്ങനെ വേണം ആദ്യമേ ചെയ്യാൻ കേട്ടോ. സ്വാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു ദുആ, സ്വാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു ദുആ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഓരോ പ്രവാചകന്മാരുടെ ദുആ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകുന്ന സമ്മാനം സാലിഹായ സമ്മാനമാക്കണേ അല്ലാ. സദ്വൃത്തയായ സന്താനങ്ങളെ നൽകണമേ പടച്ചവനെ.
പിശാചിന്റെ പണിയെടുക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. തുടക്കത്തിലെ കല്യാണ ദിവസത്തിന്റെ ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് മുമ്പേ 2 റക്അത്ത് ഭാര്യയും ഭർത്താവും സുന്നത്ത് നമസ്കരിക്കട്ടെ. അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി അവർ ചോദിച്ചു കൊള്ളട്ടെ, അള്ളാഹുവേ, ഞങ്ങൾ 2 ധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്നവരാണ്, ഇന്ന് ഞങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ബന്ധത്തിലൂടെ ഈ സമൂഹത്തിന് നന്മ പ്രവർത്തിക്കുന്ന സാലിഹീങ്ങളായ സദ്വൃത്തരായ മക്കളെ നൽകണമേ അല്ലാ. പിശാചിന്റെ ഷർറുകളിൽ നിന്ന്, പൈശാചിക സ്വഭാവമുള്ളവരിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ റബ്ബേ എന്ന് ആദ്യ ദിവസം ദുആ ചെയ്താൽ അവർക്ക് അല്ലാഹു നൽകുന്ന സന്താനങ്ങളെ പിശാചിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമത്രേ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എവിടെ ഇത്? ആദ്യത്തെ രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണമെന്ന്. ഈ ഉണ്ടാകുന്ന കുട്ടികളിൽ ശൈത്താനിന്റെ ഷർറ് ഉണ്ടാകാൻ പാടില്ല. നീ സഹായിക്കണം അല്ലാഹുവേ, അവിടെ മുതൽ തുടങ്ങണം. എന്നിട്ട് ഗർഭിണിയാവുമ്പോഴും ദുആ ചെയ്യണം. സാലിയായ കുട്ടിയെ ആണെന്നോ പെണ്ണെന്നോ നമ്മൾ ദുആ ചെയ്യണ്ട. അല്ലാഹുവിന് അറിയാം ഈ മാതാപിതാക്കൾ ഗുണമുള്ള കുട്ടി ഒരു പക്ഷേ ആണായിരിക്കാം, അല്ലെങ്കിൽ പെണ്ണായിരിക്കാം. പെണ്ണുങ്ങളെ മാത്രമുള്ള ദമ്പതികൾ ദുഃഖിക്കരുതേ. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ആൺകുട്ടി ജനിച്ചിരുന്നെങ്കിൽ ആ ആൺകുട്ടിയുടെ പേരിൽ മാതാവും പിതാവും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ സന്തോഷത്തിന് പെൺമക്കളെ നൽകി അനുഗ്രഹിച്ചെങ്കിൽ ആ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യുന്ന മരുമകനെ അല്ലാഹു നിങ്ങൾക്ക് നൽകും. മനസ്സിലായില്ലേ? പെൺമക്കളെ ഉള്ളെന്ന് പറഞ്ഞു ഭയങ്കര വിഷമത്തില്ല നമ്മുടെ താത്താമാര്. പെണ്ണ് 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 പെണ്ണെന്ന് കണ്ട എന്താ വിഷമം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. അത് ശൈശവത്തിലെ വഫാത്തായി പോയി. പിന്നീട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് 4 പെൺമക്കളായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളല്ലേ? എവിടെ പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ കാണാൻ, ആ മകളെ കാണാൻ ഭയങ്കര ആവേശമാണ്. ഫാത്തിമ ബീവിയെ കണ്ട് ഒരു ചുംബനം കൊടുത്തിട്ട് പോളൂ. തിരിച്ചു വന്നാലും മോളെ ഫാത്തിമയുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടേ നബി തങ്ങൾ വിശ്രമിക്കുള്ളൂ. അത്രയ്ക്കും ബഹുമാനവും ബന്ധവും സ്നേഹമാണ് പെൺമക്കളോട്. കാരണം എന്താണ്? പരിശുദ്ധമായ ഖുർആനിലും അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ والباقيات الصالحات خير عند ربك ثوابا وخير أملا. المال والبنون زينة الحياة الدنيا. സമ്പത്തും സന്താനവും ദുനിയാവിന്റെ അലങ്കാരമാണ്. അല്ലാഹു തആല സമ്പത്തിനോടൊപ്പമാണ് സന്താനത്തെയും ചേർത്ത് പറഞ്ഞത്. എവിടെ ഖുർആൻ എടുത്തു നോക്കിക്കോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്താനങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ഈ ഭൗതികമായ സമ്പത്തിനെ കുറിച്ചും അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പത്തും ഈ സന്താനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അൽമാൽ സമ്പത്തും വൽ ബനൂനു സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് അവശേഷിക്കുന്ന നന്മകളാണ്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ സാലിഹീങ്ങളായ ആൺമക്കളാണ്, സാലിഹത്തായ പെൺമക്കളാണ്. മാതാപിതാക്കളോട് ഗുരുത്വമുള്ള മക്കളെ കൊണ്ട് മാത്രമേ ഉമ്മമാരെ ഉപ്പമാരെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു, വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് അവശേഷിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് നൽകിയ പെൺമക്കളാണ്. അവശേഷിക്കുന്ന നന്മകൾ അവരല്ലേ വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യൂ, ഗുണം ചെയ്യൂ. ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ കിടന്ന ആരാ? മോൻ വരുമോ? ഓൻ ജീൻസ് ഇട്ടിട്ട് അതിൽ 5-6 ഓട്ടയിട്ട് കീറിയിട്ട് കഞ്ചാവ് അടിച്ചിട്ട് നടക്കുക. ഓൻ വാപ്പാക്ക് ഖിദ്മത്ത് ഇറക്കാൻ പോവല്ലേ? വാപ്പാക്ക് ഖിദ്മത്ത്
പിന്നെ ആരാ ഖിദ്മത്ത് ചെയ്യുന്നത്? ഈ പെണ്ണല്ലേ. വാപ്പയെ ആശുപത്രി കൊണ്ടുപോകുന്ന ആര്? കെട്ടിച്ചു വിട്ടാലും വിളിക്കണം, ഇവൻ വിളിക്കും, ഇത്താ ഉപ്പ ആശുപത്രി കൊണ്ടുപോകണം. എടാ ഇക്ക പറയാതെ ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി ഇക്ക വിളിച്ചിട്ട് കിട്ടുന്നില്ല, രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇക്ക വിളിച്ച് ഇക്ക ഞാൻ എൻ്റെ വാപ്പ ആശുപത്രി കൊണ്ടുപോകണ്ട. അവനില്ല അവിടെ, അവൻ എവിടെയെങ്കിലും ബാറിലെ കീറിൽ എവിടെയെങ്കിലും കാണും, അവനെവിടെ കൊണ്ടുപോകാൻ എൻ്റെ ഉപ്പ ഞാൻ കൊണ്ടുപോകാം. പിന്നെ അവൾ വരണം, ഓച്ചറയിൽ വന്ന് കായംകുളത്ത് വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വാപ്പായം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വണ്ടാനത്ത് കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരിച്ച് കായംകുളത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത വണ്ടി കയറി ഓച്ചറയ്ക്ക് പോകും പെൺമക്കൾ. ഇവനപ്പം മറ്റേ കീറിങ്ങിട്ട് അവിടെ ഹി എന്ന് പറഞ്ഞ് കിടക്കണം ചാലിൽ. മോൻ അങ്ങനെ ഇരിക്കും, ഒറ്റ ഇരുത്തിയാണ് അവൻ. ഇത് തന്നെ അവൻ്റെ പണി, റോബോട്ട് ഇരിക്കുന്ന പോലെ കിറങ്ങി. മോനാ ഒരു ആമക്കളെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇവനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ഫായിദ ഉള്ളത്? വല്ല ഗുണമുണ്ടോ വാപ്പാക്ക്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല, ഇവനെ കൊണ്ട് ഫായിദയില്ല. അപ്പോൾ ഫായിദയുള്ളത് ആരെ? ഗുണമുള്ളത് പെൺമക്കളാണെന്ന് ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ബനാതു ഹസനാത് വൽ ബനൂന ഹിസാബ്. പെൺമക്കൾ അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ആവേശമാണ്. വൽ ബനൂന ഹിസാബ്. ആൺമക്കളെ കൊണ്ട് നാളെ ആഖിറത്തിൽ അല്ലാഹു അവർ പിഴച്ചു പോയാൽ അതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഈ മാതാപിതാക്കൾ അവർ മറുപടി പറയണമത്രേ. ആൺമക്കളുടെ പേരിൽ മറുപടി പറയണം വാപ്പായുമായും. ഹിസാബാണ്. ഹിസാബ് എന്ന് പറയുന്നത് അനുഗ്രഹത്തിനാണ് ഹിസാബ് പറയേണ്ടത്, ഐശ്വര്യത്തിന് ഹിസാബ് പറയേണ്ടതില്ല. പെൺമക്കൾ ഐശ്വര്യമാണ്, അവരുടെ പേരിൽ ഹിസാബ് പറയേണ്ട. ആൺമക്കളുടെ പേരിൽ ഹിസാബ് പറയണം, അത് അനുഗ്രഹമാണ്. കാരണം ആണിനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അവനെ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കല്ലേ. ആണിൻ ജനിച്ചാൽ ഉടനെ ചോദിക്കും, അളിയ ഇൻകമിങ് ആണോ ഔട്ട് ഗോയിങ് ആണോ? ആരാണ് പ്രസവം കഴിഞ്ഞോടെ ചോദിക്കും ചോദ്യം ഇതാണ്. ഔട്ട് ഗോയിങ്, ഇൻകമിങ്, ഔട്ട് ഗോയിങ്. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കൾ, ഇൻകമിങ് എന്ന് പറഞ്ഞാൽ ആ മക്കള്. ഇങ്ങോട്ട് വരുന്ന സാധനമാണ്. കാരണം എത്ര ആളും ഇങ്ങോട്ട് കിട്ടുമല്ലോ. ഇവൻ്റെ കിഡ്നിയും ഇവൻ്റെ കണ്ണും ഇവൻ്റെ വയറും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ വില പേശുന്നത്. അങ്ങനെ വില പേശിട്ട് ഇങ്ങോട്ട് പിടിക്കുകയാണ്, മറ്റേതൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബനാത്ത് പെൺമക്കൾ ഹസനാത്താണ്, നന്മയാണ്, ഐശ്വര്യമാണ്. വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ പെൺമക്കളാണ്, വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ ഗുണം നമുക്കറിയാത്തത് കൊണ്ടാണ്. ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ ഹിസാബ്, വിചാരണ. അപ്പോൾ ഇന്നത്തെ കാലത്തെ പെൺമക്കളൊന്നും ആയിരിക്കില്ല, അത് ഇന്നെല്ലാം ഒളിച്ചോട്ടമല്ലേ, അതൊക്കെ വരുന്നുണ്ട് പിറകിൽ ഇൻഷാ അല്ലാഹ്. എല്ലാം മൊബൈൽ ഒളിച്ചോട്ടം, എല്ലാത്തിൻ്റെ പിന്നിൽ അത് തന്നെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആശയം, ഈ പെണ്ണുങ്ങളും ആണുങ്ങളും പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ കടമ്പ വാപ്പാടെ ഉത്തരവാദിത്വം ദുആരക്കലാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പേ ദുആ ചെയ്തു അത്രേ, റബ്ബി വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബഹുദൈവ ആരാധകരാക്കരുതേ പടച്ചവനെ. ഷിർക്കിനെ അംഗീകരിക്കുകയോ കുഫറിനെ വാസ്തവമാക്കുകയോ അതിനെ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന മക്കളാക്കി മാറ്റല്ലേ അല്ലാ. വർഷങ്ങൾക്ക് മുമ്പേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, എൻ്റെ മക്കളെ ഷിർക്കിലേക്ക് വിടരുതേ എന്ന് ദുആ ചെയ്തു. ഇപ്പം മനസ്സിലാവുന്നു നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്തതെന്ന് ഇപ്പം മനസ്സിലാവുന്നു. തൻ്റെ മക്കളൊക്കെ ഓടുന്നത് ഷിർക്കിൻ്റെ പിന്നാലെയാണ് അല്ലേ, കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും പിന്നാലല്ലേ നമ്മുടെ താത്താമാർ ഓടുന്നത്. ഒളിച്ചോടുന്ന ആരുടെ കൂടെയാണ്? മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂടെയല്ല, കാക്കയുടെ കൂടെയല്ല, മൊത്തം അമുസ്ലിമിൻ്റെ കൂടെയാണ് ഒളിച്ചോടുന്നത് കൂടുതലും. അതിലെന്തോ വലിയ ടേസ്റ്റാണ് ഇവരിത് കാണുന്നത്. മുസ്ലിം ചെറുപ്പക്കാരനെ ഒന്നുമല്ല കണ്ടുപിടിക്കുന്നത്, അതാണ് ഓടുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ്. അതിനാണ് ദുആ ഇറക്കണം എന്ന് പറഞ്ഞത്. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ പിഴപ്പിക്കരുതേ, അവരെ വിഗ്രഹാരാധകരാക്കരുതേ അല്ലാഹ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആരുടെ കുറ്റമാണ്? ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂലും അള്ളാഹും ഖുർആനിൽ പറഞ്ഞ് നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിൽ മക്കൾ പിഴച്ചു പോയതിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹെ പിടിക്കരുത്. നമ്മൾ പിഴച്ചോട്ട് കാര്യമില്ല, ഉത്തരവാദിത്തം അള്ളാഹിൻ്റെ മേലെ എല്ലാം. അള്ളാഹിൻ്റെ മേലെ ചീറിപ്പാഞ്ഞ് വരുന്ന മലബാർ എക്സ്പ്രസിൻ്റെ മുന്നിൽ പോയിട്ട് നെഞ്ച് പിരിച്ച് നിന്നിട്ട് പടക്കെന്ന് വന്ന് അത് നെഞ്ച് കയറുമ്പം അള്ളാഹിൻ്റെ തീരുമാനമാണെന്ന് പറയാൻ പറ്റുമോ? കണറ്റിയെടുത്ത് ചാടി ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറയാൻ പറ്റുമോ? തീ കൊളുത്തി ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറയാൻ പറ്റുമോ? തൂങ്ങിച്ചത്തിട്ട് അള്ളാഹിൻ്റെ തീരുമാനം എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അഹങ്കാരം എന്നാണ് എന്നെ പറയുക, അള്ളാഹിൻ്റെ തീരുമാനം അല്ലാതെ. വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക, നാശത്തിലേക്ക് കൈ കൊണ്ടിടരുതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്.
നാശത്തിലേക്ക് കൊണ്ടിടാൻ പാടില്ല. വാപ്പാൻ്റെ കടമ, ഉമ്മാൻ്റെ കടമ നല്ല കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. തൻ്റെ കുട്ടി പിഴച്ചു പോകാതിരിക്കാൻ ദുആ ചെയ്യണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വരുന്ന കിതാബ് പരിശോധിച്ചാൽ കാണാം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്, വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് ഇത്രയും ഓതപ്പെട്ട ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് വ്യഭിചരിക്കുകയേ ഇല്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? അല്ലാഹു അക്ബർ അല്ലാഹു ബാങ്ക് കൊടുക്കും, ഇടത്ത് ഇഖാമത്ത് കൊടുക്കും. ഇതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. ചെയ്യോ? എന്തെങ്കിലും ചെയ്യോ? ഇല്ല. ഇത് ഞാൻ പുതിയ തത്വം ഒന്നും കൊണ്ടുവന്നല്ല, കിതാബിലുള്ള സംഭവം തന്നെയാണ്. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുത്തിട്ട് വലത് കാതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത് സൂറത്തുൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മൂന്നാമത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. ഈ 3 സൂറത്ത് വലത് കാതിൽ ഓതി ഊതണം. എന്നിട്ടൊരു സൂറത്തുണ്ട്, സൂറത്ത് ആലി ഇംറാൻ, അതിൽ 36-ാമത്തെ ആയത്ത് ഓതണം. മറിയം ബീവിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തതാണ്. മറിയം ബീവിയെ വെച്ചിട്ട് ഹന്നാ റളിയല്ലാഹു തആല ഓതിക്കൊടുത്തതാണ്. എന്താണത്? ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എൻ്റെ മകളെയും എൻ്റെ മകൾക്കുണ്ടാകുന്ന സന്താന പരമ്പരകളെയും പിശാചിൻ്റെ പ്രവണതകളെ തൊട്ട്, ഷർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. മറിയം ബീവി ആരായിരുന്നു ലോക ചരിത്രത്തിൽ? ആ പതിവ്രതയായ മറിയം ബീവിയെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുരുഷന്റെ കോലത്തിൽ വന്ന് ഒന്ന് പിഴപ്പിക്കാൻ നോക്കിയില്ലേ? ജിബ്രീൽ തോറ്റതല്ലാതെ മറിയം ബീവിയുടെ പദവിക്കൊരു കുറവ് പോലും സംഭവിച്ചില്ല. എന്തേ അതിന്റെ കാരണം? മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ച ഉടനെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് അഭയം തേടുകയായി. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ശൈത്താനിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ കാക്കണേ പടച്ചവനെ എന്ന് ഉമ്മ ദുആയിരുന്നു. ഇന്നത്തെ ഏതെങ്കിലും ഉമ്മ തൻ്റെ മക്കളെ വെച്ചിട്ട് ദുആർന്നിട്ടുണ്ടോ? ചുമ്മാല്ല കഴിച്ചു പോകണം. ഇതൊക്കെ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് ഇനിയുള്ളത് നോക്കാം ഉസ്താദേ. എവിടെ? എല്ലാം തീർന്നില്ല സംഭവം. ഇനിയിപ്പോൾ എവിടെ പോയി നോക്കാനാ? ഇനിയിപ്പോൾ എന്ത് നോക്കാനാ? സംഭവം എല്ലാം ബ്ലോക്ക് ആക്കി കഴിഞ്ഞില്ലേ? 1ഉം 2ഉം കൊണ്ടങ്ങൾ ബ്ലോക്ക് ആക്കും. അതുകൊണ്ട് ബ്ലോക്ക് ആക്കരുതെന്ന് പറഞ്ഞത്. തനാക്കഹൂ തവാലദൂ തകാസറൂ. വിവാഹം കഴിക്കണേ, പ്രസവിക്കണേ, അത് അധികരിപ്പിക്കണേ. നബീന റസൂലുള്ളാഹി. നടക്കുമോ? ആദ്യ ഇജാസത്ത് പെണ്ണുങ്ങളോട് ചോദിക്കണം നമ്മൾ. പെണ്ണുങ്ങൾ സമ്മതിച്ചെങ്കിലല്ലേ മറ്റു. കുഴപ്പമില്ല, അവർക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് മേടിച്ചു കൊടുത്താൽ മതി. വലിയ പാടില്ല. അതിനകത്ത് ഇതൊക്കെ ഗർഭിണിയൊക്കെ ആകുമ്പോൾ അവർക്കുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഭർത്താവ് കുറച്ച് സഹായിക്കുകയും വേണം. ഇയാൾ ചുമ്മാ ഗർഭിണിയോ ആക്കും, എന്നിട്ട് ഇയാൾ കോയമ്പത്തൂർ പണിക്ക് പോയിട്ട് പ്രസവിച്ചതിന് 3-ാം ദിവസം തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ പെണ്ണുമ്പോൾ കിടന്ന് ഇത്തരം ത്യാഗം സഹിക്കട്ടെ, കഷ്ടപ്പെടണ്ടേ? ആരുണ്ട് സഹായിക്കാൻ? എന്നാൽ ഒരു ബൈസ്റ്റാൻഡിനെ ഏർപ്പാടാക്കി കൊടുക്കും, അതുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചു ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? ഭയങ്കര വിശേഷം തന്നെയാണ്. വിശേഷം വയറ്റിൽ കിടന്ന് കറങ്ങുന്നു ഇപ്പോൾ വിശേഷം. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിശേഷം. എന്തപ്പോൾ വിശേഷം? ഒന്നൊന്ന് കാണിക്കടി ആ വീഡിയോ കോളിലൂടെ. അല്ലോ, അപ്പോൾ കാണാം. അത് കണ്ടാൽ മതിയല്ലോ. അല്ലാതെ കണ്ട് അവർക്കൊന്ന് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു നിയത്തില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഭാര്യമാർക്ക് ഒരുപാട് ഖിദ്മത്ത് ചെയ്തിരുന്നു എന്നാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവിയോട് വന്ന് ചോദിച്ചു, അതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി പറയുകയാ, കാനഫി മിഹ്നത്തി അഹ്ലിഹി. തൻ്റെ കുടുംബത്തിലെ അള്ളാഹുവിൻ്റെ റസൂൽ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു, പണിയെടുക്കുമായിരുന്നു. ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുമെന്ന്, അടുക്കളയിൽ പണിയെടുത്ത് കൊടുക്കുമെന്ന്. നബിതങ്ങൾ മിലാദ് നഗർ എന്നൊക്കെ പേരിട്ട് വെച്ചില്ലേ? ആരാ ഹബീബായ തങ്ങളെന്ന് നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? നബിതങ്ങളുടെ പേര് പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് ആടി വെള്ളമടിക്കാനല്ല പഠിപ്പിച്ചത്. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ആയിഷ റളിയല്ലാഹു തആല അന്ന പറഞ്ഞു, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാനഫി മിഹ്നത്തി അഹ്ലി, വീട്ടിലെ പണിയെടുക്കുമായിരുന്നു. യഖുമ്മുൽ ബൈത്താ, അല്ലാഹുവിൻ്റെ റസൂല് വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കുമായിരുന്നു. അടിച്ച് തൂക്കുന്ന പണി നബിതങ്ങൾ എടുക്കുന്നു, ചൂലെടുത്തിട്ട് തൂക്കുന്ന പണി. യഖുമ്മുൽ ബൈത്ത, മനസ്സിലായില്ലേ? യഗ്സിലു സൗബ, വസ്ത്രം ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കഴുകുമായിരുന്നു. യഅഖിലുൽ ബഈറ വയഅലിഫു നാലിഹു,
ആടുമാട് ഒട്ടകങ്ങൾക്ക് പുല്ല് പറിച്ചു കൊടുക്കുകയും ആ ആടുമാട് ഒട്ടകങ്ങളെ കുളിപ്പിക്കുകയും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുമായിരുന്നു. ഇതൊന്നും നമ്മൾ എടുക്കാത്ത പണി, ഇതൊക്കെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വസ്ത്രം കഴുകുന്നവരെ നമ്മളാ ഇവിടെ ഇരിക്കുന്നതിൽ ചിലപ്പോൾ ഒരു 3% ആളുകൾ മാത്രം വസ്ത്രം കഴുകും. അതും അവരല്ല കഴുകുന്നത്, മൊത്തം വാഷിംഗ് മെഷീനാണ്. രണ്ടാമത്തെ ഭാര്യ നമ്മുടെ വാഷിംഗ് മെഷീൻ, ശരിയല്ലേ? നമ്മുടെ ഭാര്യയല്ല കഴുകുന്നത്, രണ്ടാമത്തെ ഭാര്യയാണ് വാഷിംഗ് മെഷീൻ, മൂന്നാമത്തെ ഭാര്യ മിക്സിയാണ്. മിക്സിയല്ലേ എല്ലാ പണി. അരച്ചേരുന്ന ആരാ? നമ്മുടെ പെണ്ണ അരച്ചേരുന്നത്. കറിയുടെ ടേസ്റ്റ് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എടീ നീയോ സുബൈദ, നീ വെച്ച കറി എന്ത് ടേസ്റ്റാ? ഏത് സുബൈദായ വെച്ചേ? ഏത് സുബൈദായ വെച്ചത്? സുബൈദ ഒന്നല്ല, സുമീഷ് മിക്സിയാണ് വെച്ചത്. അല്ല സുബൈദ ഒന്നും വെച്ചല്ല സംഭവം. സുബൈദ വെച്ച് അല്ലേ? മിക്സിയല്ല നമുക്കറിയാം അരച്ചു തരുന്ന മിക്സിയാ, ഭാര്യയല്ല. വസ്ത്രം കഴുകി തരുന്നാരാ? വാഷിംഗ് മെഷീൻ മോള, അവളാണ് വസ്ത്രം കഴുകി തരുന്നത്. പിന്നെ തേക്കുന്നതാരാ? അതങ്ങ് വെളിയിൽ കൊടുത്താൽ തേക്കുന്നത്. വല്ല പാണ്ടിക്കാരന്മാരായിരിക്കും തേച്ച് തരുന്നത് 12 രൂപ കൊടുത്ത്. പിന്നെന്താ ഇറച്ചിക്കറി വെച്ച് തരുന്നത്? അത് കുക്കറിൽ ടിഷ്യൂ 2-3 വെടി വയ്ക്കുമ്പോഴത്തേക്ക് ഇറച്ചിക്കറി ഓക്കെ എന്നാണ് നമ്മളറിയാം. പണ്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നൊക്കെ ഊതുമ്പോൾ അവളുടെ ബ്ലോക്കൊക്കെ തുറക്കും. കുനിഞ്ഞു ഊതി മുതിൻ്റെ വേദനയൊക്കെ മാറും. തൂത്ത് കൊളസ്ട്രോളൊക്കെ പോകും. അരച്ചിട്ട് ഇവിടുത്തെ ജോയിൻറ്റ് പെയിനൊക്കെ മാറിയിട്ട് രക്തോട്ടമൊക്കെ ഉണ്ടാകും. ഇപ്പം ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുത്തല പരിപാടി, കുത്ത് തന്നെ. എല്ലാം അടുപ്പത്തോട്ട് കയറ്റിയിട്ട് കുത്തൽ തന്നെ. ഇക്ക വിളിക്കുന്ന എന്തൊക്കെ പറയക്ക ഇവിടെ വേറെ ഇക്ക ഉണ്ട്, ഇക്ക പറയിക്ക, ഇതിനകത്ത് വേറെ ഇക്ക കയ്യിലിരിപ്പുണ്ട്, ഇക്ക പറ, കാര്യം പറ കേൾക്കട്ടെ. ഇങ്ങനെ കുത്തൽ തന്നെ. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അതാ പരിപാടി. ഈ വിരൽ കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് ചുടുവാദം പിടിക്കുന്ന ഉപ്പൂറ്റിയിൽ അസുഖമാണ്. ഇതിൻ്റെ എഫക്റ്റ് അവിടം വരെ എത്തും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ പുതിയ രോഗം അത് തന്നെയാണ്, വെരിക്കോസ് വെയിനാണ്. അതേപോലെ ഈ ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കീറുകയാണ്. അവ എല്ലാത്തിൻ്റെ അഗ്രം കൊണ്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കണ്ണിന് പ്രശ്നം, തലവേദനയുടെ പ്രശ്നം, എപ്പോഴും കൂടുതൽ സമയം ഇതിലേക്ക് നോക്കുന്നു. സ്ത്രീകൾക്ക് ഒരുപാട് രോഗമായി മാറി. എന്തുകൊണ്ടാണ്? പഴയ പരിപാടിയല്ല എടുക്കുന്നത്, പഴയ പണിയല്ല ഇപ്പോൾ. എല്ലാം ഇപ്പോൾ ഹൈടെക് സംവിധാനം ആയതുകൊണ്ട് ഹൈടെക് ഹോസ്പിറ്റലുമായി. പണ്ട് ഒരു ക്ലിനിക്ക് ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതിയായിരുന്നു, അസുഖമൊക്കെ മാറും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആയുർവേദത്തിൽ ഇപ്പോൾ 2 കഷായം വാങ്ങിച്ച് കുടിച്ചാൽ മതിയായിരുന്നു. അൽഹംദുലില്ലാ എല്ലാം മാറി. ഇപ്പോൾ ഒന്നും പറ്റില്ല. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കാരണം എന്താ? വീട്ടിലും നീ ഹൈടെക് സ്പെഷ്യാലിറ്റി രീതിയിലാണ് ജീവിതം. അതുകൊണ്ടാണ് സംഭവിച്ചു പോകുന്നത്. അങ്ങനെയല്ലേ? ശരിയല്ലേ? സംഭവം അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഹബീബേ? ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു. ആടുമാട് ഒട്ടകങ്ങളെ കുളിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുല്ല് കണ്ടിച്ച് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് ആടിനും ഒട്ടകങ്ങൾക്കും ഒക്കെ ഇട്ടുകൊടുത്ത് തീറ്റിക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പിന്റെ വാറ് തയ്ക്കുമായിരുന്നു. ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി അടുക്കളയിൽ കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുമായിരുന്നു. ആ ഒരു പണി മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യും. അതുമില്ല. അതിപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് പാപ്പാന്നടിക്കുമ്പോഴത്തേക്ക് ആ സാധനം അവിടെയും കിട്ടും. ആദ്യം മീൻ വരും, പിന്നെ പച്ചക്കറിയും വരും. പിന്നെ നമ്മളെന്താ പരിപാടിയുള്ളത്? ഭർത്താക്കന്മാർക്ക് എന്ത് പരിപാടിയാണ്? അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഭാര്യമാരെ നമ്മളെ ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അന്ന പറഞ്ഞിരുന്നു. ഭാര്യമാരും അതുപോലെ ഭർത്താക്കന്മാരെ സേവിക്കുന്നവരായി മാറണം, ഖിദ്മത്ത് ചെയ്യുന്നവരായി മാറണം. അപ്പോൾ ഭാര്യമാർ ഗർഭിണികളാവുമ്പോൾ ഭർത്താക്കന്മാരുടെ സഹായം അവർക്കുണ്ടായിരിക്കണം. ഏറ്റവും നല്ല സഹായം അവർക്കുണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ആ സമയം ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ഒരു സമീപനമാണ്. ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സമീപനം, ആ സമീപനം ആരുടെ സമീപനമാണ്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിമാരായ ഗർഭിണികളായ സഹോദരിമാർ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരു വിളി, ഒരു തസ്ബീഹ്, ഒരു റക്അത്ത് നമസ്കാരം, അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസം, അതിനൊക്കെ അള്ളാഹിൻ്റെ മുന്നിൽ ധാരാളം നന്മകളാണ്. ഒരുപാട് നന്മകളുണ്ട്. അവൾ പ്രസവിച്ചാലോ ആ കുഞ്ഞിനെ നോക്കുന്നത് വരെ എത്രയോ നന്മകളാണ്, വലിയ നന്മകളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രസവിക്കട്ടെ. ഖിയാമത്ത് നാളിൽ എൻ്റെ സമുദായത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എൻ്റെ ഉമ്മത്തിൻ്റെ ആധിക്യം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ കടമ എന്താണ്? മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ദുആ ചെയ്യണം, ഗർഭിണിയാകുമ്പോഴേ ദുആ ചെയ്യണം. പ്രസവിച്ചു കഴിഞ്ഞ് ഫാത്തിഹ, ഈ സൂറത്ത് ഇഖ്ലാസ്, ഫലഖ്, നാസ്, സൂറത്ത് ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത് ഇതൊക്കെ ഊതണം. പിന്നെ ഉത്തരവാദിത്തം വാപ്പാക്ക് മാത്രമല്ല, പിന്നെ തൻ്റെ ഉത്തരവാദിത്തം മക്കളെ വളർത്തൽ ഉമ്മാന്റെ മടിത്തട്ടിലാണ്. പിന്നെ ഉമ്മയാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരേണ്ടത്, ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടത്. വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുൻ ഹൗലൈനി കാമിലൈൻ. 2 വർഷം പരിപൂർണമായി മുലപ്പാൽ ഉമ്മ തൻ്റെ കുട്ടികൾക്ക് നൽകണേ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ട് 1.5 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ 1.25 വർഷം കൊണ്ടോ നിർത്താൻ പാടില്ല എന്നാണ് നേരത്തെ. ഹൗലൈൻ എന്നുള്ള പറഞ്ഞ് നിർത്തിയില്ല, കാമിലൈൻ, പൂർണ്ണമായിട്ട് 2 വർഷം പരിപൂർണമായി തൻ്റെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പിന്നെ ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ ബാധ്യത. പ്രസവിച്ചു കഴിഞ്ഞു, ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, ബാധ്യത. അതുകൊണ്ടാണ് ഉമ്മയും വാപ്പയും തമ്മിൽ ഏറ്റവും കൂടുതൽ ഹക്ക് ആരോടാണ്? ഉമ്മയോടാണ്. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وفصاله وحمله وفصاله 30 شهرا. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ്, സഹനത്തിന്റെ മേൽ സഹനം സഹിച്ചുകൊണ്ടാണ്, ക്ലേശത്തിന്റെ മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഉമ്മ നിങ്ങളെ കൊണ്ട് നടക്കുന്നത്, ആ ഉമ്മ ഗർഭം ചുമക്കുന്നത്, ആ ഉമ്മ നിന്നെ പ്രസവിക്കുന്നത്. ആ ഉമ്മ പ്രസവിച്ചതിന് ശേഷം ഉമ്മയുടെ കടമയോ ബാധ്യതകളോ തീരുന്നില്ല. ആ ഉമ്മ വീണ്ടും 2 വർഷം പരിപൂർണമായി ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഉറക്കമിളയ്ക്കുകയല്ലേ, ഉറക്കം ഒഴിവാക്കുകയല്ലേ, ഭക്ഷണത്തിൽ എത്രയോ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ വരുത്തുകയും ഈ മക്കൾക്ക് വേണ്ടി എത്രയോ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുകയും ആ ഉമ്മാന്റെ വിശ്രമം തന്നെ ഒഴിവാക്കുന്നതും ഈ മക്കൾക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉപ്പമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ അഹക്ക്, അവരോടുള്ള കടമയും സമീപവും അത് ഉമ്മയോടാകണേ, അത് ഉമ്മയോടാകണേ. നബിയുനാ റസൂലുള്ളാഹി അന്ന റജുലൻ ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി, എൻ്റെ ഏറ്റവും കൂടുതൽ സഹവാസം ഞാൻ ആരോടായിരിക്കണം നബിയെ എന്ന് ആ സഹാബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ ഖാല അയ്യുൻ, പിന്നീട് ചോദിച്ചു, പിന്നീട് ആരോടാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ ഖാല അയ്യുൻ, എനിക്കതറിയാം നബിയേ. മൂന്നാമതും നബി തങ്ങളോട് ചോദിക്കുകയാണ്, ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും നബിയേ? മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമതും ആ സഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂക, നിന്റെ ഉപ്പയോടാണ്. 3 പ്രാവശ്യം ഉമ്മ, 4ാമത്തെ പ്രാവശ്യമാണ് വാപ്പ. അതുകൊണ്ട് വാപ്പായെ നാളെ ഡിസ്മിസ് ചെയ്യാനല്ല ഈ പറഞ്ഞത് കേട്ടോ. വാപ്പ ഇത്ര ത്യാഗം സഹിച്ച്, വാപ്പയുടെ ത്യാഗം അത് വേറെയാണ്. വാപ്പ പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, അടിച്ചു മാറ്റാനല്ലേ അറിയുള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ വെയിലത്ത് നിന്നിട്ട് 1 കിലോ ഓറഞ്ച് 50 80 80 80 80 80 എന്നിങ്ങനെ പറഞ്ഞ് എത്ര മണിക്കൂർ നിൽക്കുമ്പോഴാണ് 2 കിലോ ഓറഞ്ച് വിൽക്കുന്നത്?
3 കിലോ എള്ളി 100, 5 കിലോ സവാള 100 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടി ഒട്ടയ്ക്കാത്ത എവിടം മുതൽ എവിടം വരെ പോകണം, എത്ര തൊണ്ട പോകണം, എത്ര തീ, എത്ര വെയിൽ, ഇതെല്ലാം സഹിച്ച് കേട്ടിട്ടൊക്കെയല്ലേ ഇത് നമുക്ക് വേണ്ടി കൊണ്ടുതരുന്നത്. അത് വേറെ, അത് ആ ഹക്ക് വേറെ. പക്ഷെ ഉമ്മ അത് ആ ഒരു ത്യാഗം വേറെ. 10 മാസം അത് വല്ലാത്ത ത്യാഗമാണ്. അവൾക്കൊന്നും എഴുന്നേക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് വലത്തോട്ട് തിരിഞ്ഞടക്കാൻ പറ്റൂല, ഇടത്തോട്ട് തിരിഞ്ഞടക്കാൻ പറ്റൂല, ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഭയങ്കര വിഷമത്തോടെയാണ് ആ നടത്തയും ആ പോക്കും. അതൊക്കെ കാണുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നെന്ന് പിന്നീട് ആലോചിക്കും സംഭവം. അത്രയ്ക്കും ത്യാഗമാണ്. പിന്നെ ചിലരുണ്ട് അങ്ങ് തുറന്ന് വിടാൻ തുടർന്നാൽ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ പായസം വീണുകൊണ്ടേയിരിക്കും, ഭയങ്കരമായ പായസം. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കാകെ ഒരു വിഷമം. അപ്പം എന്ത് ത്യാഗമാണ് 10 മാസം. എന്നിട്ട് പ്രസവം വല്ലാത്ത അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വളരെ വേദനയോടെയാണ് ആ ഉമ്മ പ്രസവിക്കുന്നത്, വളരെ വേദനയോടെയാണ്. നമ്മൾ വെളിയിൽ ഈത്തപ്പഴം കലക്കി വെച്ചുകൊണ്ടിരിക്കുക കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അവൾ അനുഭവിക്കുന്ന വേദന ആരെല്ലാം അറിയുന്നുണ്ടോ? ഇപ്പോൾ ആകും. ഒരു നേഴ്സ് പുറത്തോട്ട് പോയാൽ, സിസ്റ്റർ എന്തായി? ആയില്ല. പിന്നെ അടുത്തവൾ വേറെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, സിസ്റ്റർ എന്തായി? ആയില്ല. ഇതിന് വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്, ഇങ്ങനെ ചോദിച്ച് എന്തായി. എന്നിട്ട് അവളെ കൊണ്ട് പെട്ടെന്ന് പ്രസവിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പൊയില കൊണ്ട് കെട്ടി വെച്ച് കൊടുക്കും, വെറ്റില കൊണ്ട് വായിക്കാത്ത കുത്തി തിരിഞ്ഞു കൊടുക്കും, ഉള്ള പൂവൊക്കെ കയറ്റി വെച്ചിട്ട് എവിടെ പ്രസവിക്കാൻ സമയമാവാതെ പ്രസവിക്കണ്ടേ. പ്രസവിക്കാനുള്ള എളുപ്പമുള്ള വഴി ലേബർ റൂമിൽ പോയി എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ മതി. അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന മുഴുവനും പടപടപടപടാന്ന് പ്രസവിക്കും. ആർക്കെല്ലാം പോയി വാങ്ങ് വിളിക്കാൻ പറ്റുമോ? പോയി വാങ്ങ് വിളിക്കുമ്പോഴത്തേക്ക് നേഴ്സ് വന്ന് വിളിക്കും, ഇത് തയ്ക്കാവൊന്നുമല്ല, ഇത് ലേബർ റൂമാണ്, ഇവിടെ വെച്ച് വാങ്ങ് വിളിക്കേണ്ട, വണ്ടി വിട്ട് പോകുമെന്ന് പറയും സംഭവം. ശരിയല്ലേ? ഒന്ന് വാങ്ങ് വിളിച്ച് നോക്കുന്ന ആളെ പോയി പ്രസവിക്കും, ഉറപ്പാണ്. വാങ്ങ് വിളിക്കുന്നത് അവിടെ പോയി പ്രസവിക്കുന്നില്ല എന്ന് കണ്ടൊരു ബുദ്ധിമുട്ടെന്ന് കണ്ടാൽ അവിടെ നിന്ന് വാങ്ങ് വിളിച്ചാൽ മതി, അപ്പോഴേ അവൾ പ്രസവിച്ചിരിക്കും. അങ്ങനെയുള്ള ഹിക്മത്തുകളും ഹീലത്തുകളൊക്കെ ഉണ്ട്. സുമ്മ സബീല യസ്സറ എന്ന ദുആ ഓതിക്കൊണ്ട് പോകണം. ആയത്ത് പ്രസവം എളുപ്പമാകാനുള്ള വഴിയാണ്. സുമ്മ സബീല യസ്സറ, അത് ഓതിക്കൊണ്ടേ പോകണം. സുമ്മ സബീല യസ്സറ, പ്രസവം എളുപ്പമാകാനാണ്. ആയത്തിൽ കുറിച്ച് കൂടുതലായിട്ട് ഓതണം. അതൊക്കെ ഓതുമ്പോൾ ഈ പ്രസവം എളുപ്പമാകുന്നതിന് ഇതെല്ലാം കാരണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല ഗർഭിണിയായപ്പോൾ നബി തങ്ങൾ ഉപദേശിച്ച കുറേ ഉപദേശങ്ങളുണ്ട്. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നെ അങ്ങനെ നൊന്ത് പ്രസവിച്ചു, അതിലൂടെ അവരനുഭവിച്ച ത്യാഗം. പിന്നീടുണ്ടാകുന്ന 2 വർഷം കൊണ്ട് തീരുന്നില്ലല്ലോ. ഈ കുട്ടി വളർന്ന് വലുതായി ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു സാഹചര്യം വരെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഉമ്മയല്ല ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ധർമ്മ സമരത്തിൽ പോകാൻ ഞാൻ തയ്യാറാണ് നബിയേ. പക്ഷേ എൻ്റെ ഉമ്മ വയസ്സിയാൻ, എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ മറ്റാരുമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ പോകണോ വേണ്ടയോ? അങ്ങയുടെ ഹളറത്തിൽ വന്ന് ചോദിക്കുകയാ. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇർജിഇ ഇലാ വാലിദതിക, നിന്റെ ഉമ്മാന്റെ അരികിലേക്ക് നീ മടങ്ങണേ. ഫൽസിം റിജിലൈ, ആ ഉമ്മാന്റെ കാൽക്കൽ വീഴണേ, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണേ. ആ ഉമ്മാന്റെ കാലിലാണ് സ്വർഗമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മറ്റൊരു സഹാബി ഓടി വരികയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഉംറ ചെയ്തിട്ടില്ല, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എനിക്ക് അല്ലാഹുവിന്റെ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ ആ കഅബ ശരീഫിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മ മാത്രമാണ്, തനിച്ചാണ്, എൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ ആരുമില്ല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ഉമ്മയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യണേ, ഉമ്മയ്ക്ക് പോയി ഉമ്മയെ ചിരിപ്പിക്കണേ. ആ ഉമ്മയുടെ സന്തോഷമാണ് നിന്റെ ഹജ്ജും ഉംറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മറ്റൊരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഇൻ ഫതഹല്ലാഹു അലൈക മക്ക, മക്കയെ അല്ലാഹു അങ്ങേക്ക് വിജയിപ്പിച്ചു തന്നാൽ ആ കഅബയുടെ വാതിലിന്റെ താഴെ പോയി നിന്നുകൊണ്ട് ഞാൻ ആ വാതിലിനെ ചുംബിക്കുമെന്ന് നേർച്ച നേർന്നിരിക്കുകയാണ്. ഒരു സഹാബി നേർച്ച നേരുകയാണ്, കഅബയുടെ വാതിൽ ഞാൻ ചുംബിക്കും നബിയേ.
അങ്ങേക്ക് അല്ലാഹു ഈ പരിശുദ്ധമായ കഅബയെ കീഴ്പ്പെടുത്തി തന്നാൽ, ഈ മക്കം ഫതഹിന്റെ ദിവസത്തിൽ ഈ മക്കയെ അല്ലാഹു അങ്ങേക്ക് അതിജീവിപ്പിച്ചാൽ, കീഴടക്കി തന്നാൽ, ആദ്യമായി ഞാൻ ചെയ്യുന്നത് ആ കഅബയുടെ വാതിൽ പോയി മുത്തുകയായിരിക്കും നബിയേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹോദരാ, അതിനേക്കാളും ഏറ്റവും നല്ല ഒരു നേർച്ച ഞാൻ പറഞ്ഞു തരട്ടെയോ? നിന്റെ ഉമ്മാന്റെ കാല് പോയി ചുംബിക്കണേ, അപ്പോൾ നിന്റെ നേർച്ച പൂർത്തിയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കഅബയുടെ വാതിലിനേക്കാൾ, കഅബയുടെ ഖില്ലയേക്കാൾ ഉമ്മാന്റെ കാലിന് സ്ഥാനമുണ്ടെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഖബ്ബിൽ റിജ്ലൈ ഉമ്മിക ഫഖദ് വജത്ത നദറക. നിന്റെ നേർച്ച സഫലമാകാനുള്ള കാരണം നീ ആ ഉമ്മാന്റെ കാല് പിടിച്ചൊന്ന് ചുംബിച്ചാൽ മതി. കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മനസ്സിലായോ? ഉമ്മാന്റെ കാലിന്റെ അവസ്ഥ. ഉമ്മയെ ചവിട്ടി പുറത്താക്കാണ്, ഉമ്മയെ ചവിട്ടി പുറത്താക്കാണ്. അവന്റെ കാല് കുഷ്ഠരോഗം പിടിച്ച് ചീഞ്ഞഴുകാതെ അവൻ ചാവൂല. വല്ലാഹി സത്യം, ചാവൂല അവൻ. ആ ഉമ്മയെ ചവിട്ടിയവരാരെല്ലാം ഉണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കിയോ. ഭയങ്കര മാരകമായ രോഗമായിരിക്കും അവർക്ക്. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കുമെന്നാ പറഞ്ഞ എൻ്റെ പ്രതിഫലം. ആഖിറത്തിൽ വേറെയും. ദുനിയാവിൽ വെച്ച് കൊടുക്കും, ആഖിറത്തിൽ വേറെയും. ആഖിറത്തിലെ ശിക്ഷ കഴിഞ്ഞ് ഈ മകനെ ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിക്കുമല്ല. എന്നിട്ട് ഉമ്മ തീരുമാനിക്കണം ഇവനെ സ്വർഗത്തിൽ വിടണോ നരകത്തിൽ വിടണോ എന്ന്. അതാണ് എന്നെ ഹുക്കും. അതാണ് നിയമങ്ങൾ. ഒരുപാട് പഠിക്കണം നമ്മൾ. ഉമ്മായക്കൊക്കെ ഹിദ്മത്ത് ചെയ്തിട്ട് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ പൊരുത്തം ചോദിക്കാതെ മരിച്ചു പോയാൽ അതിൻ്റെ പേരിൽ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ആ ശിക്ഷ കഴിഞ്ഞ് അള്ളാഹു ഉമ്മയെ ഏൽപ്പിക്കും നിന്നെ. ഉമ്മ പറയണം നീ സ്വർഗത്തിൽ പോയിക്കോ എന്നാൽ അള്ളാഹ് ഓക്കെ. ഉമ്മ പറഞ്ഞില്ല അവനെ കുറച്ചുകൂടെ നരകത്തിയിടെന്ന് പറഞ്ഞാൽ നരകത്തിലായിരിക്കും. അതാണ് എൻ്റെ നിയമം. നമ്മളെന്താ വിചാരിച്ചത്? ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ കുറഞ്ഞ കാര്യമാണ്? കഅബയുടെ വാതിൽ ചുംബിക്കുന്നതിനേക്കാൾ ഉമ്മാൻ്റെ കാല് പോയി ചുംബിക്കാൻ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. ഇതിനകത്ത് വളച്ചിലും തിരിച്ചിലും ഇല്ലാത്ത സഹിയായ ഹദീസ് തന്നെയാണ്. പോയി ചുംബിക്ക്. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ ഉസ്താദ് പറയുകയാ, ഉമ്മാന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് നിങ്ങൾ കൊണ്ടുവരണമേ. സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ്. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം ഞാൻ ആലോചിച്ചു, എവിടെ പോട്ടെ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരിക? ഒന്ന് കഅബ ശരി അങ്ങനെ റൗളയിൽ പോകണം. റൗള സ്വർഗമാണ്. അല്ല അവിടെ നിന്ന് ഇപ്പോൾ മണ്ണൊന്നും കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം കൂടി ചിന്തിച്ചു. അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണല്ലോ സ്വർഗം. ഉമ്മ നടക്കുന്ന വഴി നോക്കിയിട്ട് ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ അടുക്ക് കൊണ്ട് കൊടുത്തു. ഉസ്താദ് ചോദിച്ചു, എവിടെ നിന്നാണ് സ്വർഗത്തിലെ മണ്ണിത്? അതെ, ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ സ്വർഗമല്ലേ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അവിടെ നിന്നാണ്. ലുഖ്മാൻ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പരീക്ഷിച്ചാണ്. ചുമ്മാ അല്ല സൂറത്ത് ലുഖ്മാൻ തന്നെ ഇറങ്ങിയത്. ലുഖ്മാനുൽ ഹക്കീം അലൈഹി സ്വലാത്തു വസ്സലാമിന് വെറുതെ ഒന്നുമല്ല. ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും വലിയ ബുദ്ധി ഹക്കീമാണ്. അദ്ദേഹം വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി കണ്ടില്ല. ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉസ്താദിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇത് ഉമ്മാൻ്റെ എൻ്റെ സ്വർഗത്തിലെ മണ്ണാണ്. ഏടാ സ്വർഗം? ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിൽ. ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം. മനസ്സിലായില്ലേ? ഉമ്മയെ വേദനിപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയല്ലേ? ആഖിറത്തിൽ നിന്ന് മാത്രമല്ലല്ലോ. ചില ആളുകൾ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മയെ തള്ളും. ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ട് ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവന്നതിന് ശേഷം ഉമ്മയെ പരിഗണിക്കൂല, ഉമ്മയെ തള്ളും. ഭാര്യ ഓള് പറയുന്ന അവള് പറയുന്നേ കേൾക്കുള്ളൂ. ഇയാൾ ഇത്ര നാളും ഭാര്യയായിരുന്നു, ഉമ്മ ആയിരുന്നു അവന് ആവശ്യം. അവൻ്റെ ആശാ കേന്ദ്രം ഉമ്മയായിരുന്നു. ഭാര്യ വന്നപ്പോൾ ഉമ്മയെ തള്ളി. അവസാനം എന്താ സംഭവിച്ചത്? എന്തായിരിക്കും? ഇവനെ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റുമോ ഈ ദുനിയാവിൽ നിന്ന്? സഹോദര, നമ്മുടെ വീട്ടിൽ നിന്ന് വാപ്പ ഉമ്മ നമ്മളെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാര്യ പ്രതീക്ഷിക്കുമോ? 10 മണിയാകുമ്പോൾ അവൾ പറയും, ഇക്ക ഒരു മിസ് കാൾ അടിച്ചു നോക്കും. 10 മണിക്കൊരു മിസ് കാൾ വരും. 10-10:15 ആകുമ്പം ഇവിടെയും മിസ് കാൾ വരും. 10-10:30 ആകുമ്പം. അപ്പം കെട്ടിയും കൂടെ പ്രസംഗിക്കുമ്പം കേൾക്കാൻ വന്നുകൊണ്ട് മിസ് കാൾ വരില്ല. ഇല്ലെങ്കിൽ വരും, പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. പേടിയാ, അല്ലെങ്കിൽ അവിടെ ബ്ലോക്കാവും, റോഡ് വീടൊക്കെ ബ്ലോക്കാവും. പിന്നെ പള്ളിയിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ കറക്റ്റ് ടൈമിങ്ങിനെ വിളിക്കും, ഈ സമയത്ത് പോയിക്കോണം. ഇല്ലെങ്കിൽ അവസാനം മെസ്സേജ് വിടും, താക്കോൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ചോറ് വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നിങ്ങളെടുത്ത് തിന്നിട്ട് കിടന്നോണം, ഇവിടെ ബഹളം വെക്കരുത്, പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം, സൗണ്ട് ഉണ്ടാക്കാതെ തിന്നിട്ട് പോകണം. അവന് മെസ്സേജ്. മിണ്ടാതെ വന്ന് മൂപ്പെല്ലാം തിന്നിട്ട് പോകും, കാരണം പേടിച്ച് കിടക്കേണ്ടി വരും.
ഉമ്മ ആണെങ്കിൽ ഒരു ജനലിൻ്റെ പാളി തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാതെ. എവിടെ എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ, എൻ്റെ മോൻ വന്നോ. ഒരു ബൈക്ക് വരുമ്പോൾ പെട്ടെന്ന് നോക്കും, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ, എൻ്റെ മോനാണോ. ഉമ്മ. ഭാര്യ അങ്ങനെ നോക്കൂലല്ലോ. ഭാര്യ അടുത്ത ചാറ്റ് ആരുണ്ടെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചാറ്റിങ് ആരാണ്, അടുത്ത ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണ്, അടുത്ത ഓൺലൈനിൽ ആരാണെന്നുള്ള നോട്ടാണ്. ഭർത്താവിനെ നോക്കൂല ഇല്ലേ. ഉമ്മ എന്ന് പറഞ്ഞതാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ അവൻ ഉമ്മ തൻ്റെ മകനെ കടാൻ നൊന്ത് പ്രസവിച്ച വേദനയുണ്ട്. അതുകൊണ്ടാണ് അൽക്കമാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തടക്കിയതിനു ശേഷം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ അരികിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ, ആരും പോകരുതേ, അവിടെ നിൽക്കണേ. ബഹുമാനപ്പെട്ട സന്തത സഹചാരിയായ ഹബീബായ തങ്ങളുടെ സന്തത സഹചാരിയായ അൽക്കമാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്തടക്കിയിട്ട് എല്ലാവരും ആ മഖബറയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാ, പോകരുതേ, പോകരുതേ, നിങ്ങൾ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരികളെ, മുഹാജിരീങ്ങളെ, മൻ ഫളല സൗജതഹു അലാ വാലിദൈഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും തന്റെ ഉമ്മയേക്കാൾ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെക്കാൾ തന്റെ ഭാര്യമാർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയാൽ അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശാപമാണ്, ആ ശാപം പേറിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മാന്റെ കാൽക്കൽ വീഴണേ, ഉമ്മയോട് പൊരുത്തം വാങ്ങണേ. അല്ലാതെ എത്ര തൗബ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ഉമ്മാന്റെ പൊരുത്തമാണ് അല്ലാഹുവിന്റെ പൊരുത്തം, ഉമ്മാന്റെ തൃപ്തിയാണ് അല്ലാഹുവിന്റെ തൃപ്തി, ഉമ്മാന്റെ കോപമാണ് അല്ലാഹുവിന്റെ കോപം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, വേണമെങ്കിൽ സ്വീകരിച്ചോ. അതുകൊണ്ട് ഈ ഉമ്മയെ ഉപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി മക്കളെ വാർത്തെടുക്കണം. ഈ മക്കളെ വാർത്തെടുക്കേണ്ട ബാധ്യത ഉമ്മാക്കും ഉപ്പാക്കുള്ളതാണ്. ഉമ്മ ഉപ്പ ഈ മക്കൾ ഹലാലാകണമെങ്കിൽ, സാലിഹാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉമ്മ വാരിക്കൊടുക്കുന്ന ഉരുള ഉണ്ടല്ലോ, ഭക്ഷണത്തിൻ്റെ ഉരുള തൊള്ളയിലേക്ക്, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊണ്ട് കൊടുക്കും ഭാര്യയോട്, എന്നാ മക്കൾക്ക് വെച്ചുകൊട്, എന്നാ മക്കൾക്ക് ചായ ഇട്ടുകൊട്, എന്നാ മക്കൾക്ക് പാലുണ്ടാക്കിക്കൊട്, എന്നാ അലുവ ഉണ്ടാക്കിക്കൊട്, എന്നാ പെപ്സ് കൊട്, റിസ്ക് കൊട്. ഇതൊക്കെ വാപ്പ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഹലാലായിരിക്കണം. വാപ്പ സമ്പാദിച്ചു കൊടുക്കുന്നതും ഉമ്മ തിന്നുന്നതും ഹലാലല്ല, ഹറാമിന്റെ പണാണെങ്കിൽ ഈ മക്കള് ഹറാമിന്റെ മക്കളായിട്ട് മാറും. അതിനാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, എന്താ പേര്, ഹറാം പറഞ്ഞാണെന്നോ, അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാറില്ലേ? അതിനെ തന്നെ ഹറാം പറഞ്ഞ ഈ സാധനം എന്ന് അർത്ഥം എൻ്റെ ചീത്തയല്ല, അത് ഹറാമിൽ ഉണ്ടായെന്നാണ് അർത്ഥം. ഹലാലിൽ ഉണ്ടായത് ഹറാം. അതുകൊണ്ടാണല്ലോ ഹോട്ടലിലൊക്കെ ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനെഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഹറാമായ സാധനമല്ല, ഇത് ഹലാലായിട്ട് ബിസ്മിൻ ചൊല്ലി അറുത്ത സാധനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഹലാലിൻ്റെ അർത്ഥം. പക്ഷേ അതൊന്നും ഹോട്ടലുകാർക്കറിയില്ല. അതുപോലെ നെറ്റിൽ നിന്ന് എടുത്ത് അമ്പിളായിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിനെ ഞെക്കിക്കൊന്ന കോഴിയുടെ ഇറച്ചിയായിരിക്കും നമ്മൾ തിന്നുന്നത്. ഹലാലെന്ന് എഴുതിയത് കൊണ്ടൊന്നും ഹലാലാവൂല. ഹലാൽ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചിയായിരിക്കണം, അതാണ് ഹലാല്. മനസ്സിലായില്ലേ? അല്ലാത്തൊന്നും ഹലാലല്ല. അല്ലാതെ ചുമ്മാ അറുത്തത് കൊണ്ട് മാത്രമാവില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം, അങ്ങനെ പിടിച്ചറക്കണം. പിന്നെ ശാഫി മദ്ഹബ് അനുസരിച്ച് അറക്കുന്നവൻ മുസ്ലിമാണെങ്കിൽ, നിസ്കാരമൊക്കെ ഉള്ളവനാണെങ്കിൽ ബിസ്മി എല്ലാം മറന്നു പോലും കുഴപ്പമില്ല എന്നുള്ള മസലയുണ്ട്. എന്നാലും നമ്മൾ തിന്നുമ്പം ബിസ്മി ചൊല്ലി തിന്നണം. അതുകൊണ്ട് അറക്കം നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഈ ഹലാൽ ഹലാൽ എന്നല്ല, വെറുതെ ചുമ്മാ ഹോട്ടലിൽ കെട്ടി വെച്ചിട്ട് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിന്നുന്നത് ഹലാലായില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം ഹറാമായി പോകും. മക്കൾ പറഞ്ഞാൽ അനുസരിക്കൂല. വാപ്പ സമ്പാദിക്കുന്നത് ഹലാലായിരിക്കണം, മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായിരിക്കണം. ചുമ്മാ മാതാപിതാക്കളെ നോക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കുന്നില്ല ഈ മക്കൾ, മാതാപിതാക്കൾ പറയുന്ന വാക്ക് കേൾക്കുന്നില്ല ഉസ്താദെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉമ്മ നിങ്ങളുടെ മേൽ കുറച്ച് ബാധ്യതയുണ്ട്. എന്താണത്? ഉപ്പ സമ്പാദിക്കുന്നത് ഹലാലാകണം, ഉമ്മ കൊടുക്കുന്നതും ഹലാലാകണം. ഇതിൽ ഹറാം ചേർന്ന് പോയാൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ മക്കൾ നന്നാവില്ല. വാപ്പാക്കും ഗുണം ഉണ്ടാവില്ല, ഉമ്മാക്കും ഗുണം ഉണ്ടാവില്ല. അത് പറഞ്ഞുതരാം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ ഹൽവത്തുൻ ഖളിറാ
ദുനിയാവെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, മനോഹാരിതയാണ്, ചേതോഹാരിതയാണ്, കണ്ടാൽ രസമാണ്, ഇമ്പമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനിക്തസബ ഫിഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖ്ഖിഹി ഔറദഹുല്ലാഹു ദാറൽ ജന്ന അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ദുനിയാവ് രസമാണ്, കണ്ടാൽ ഹരമാണ്, നമുക്ക് ആവേശമാണ്, ആഹ്ലാദമാണ്, അനുഭൂതിയാണ്, ആനന്ദമാണ്. പക്ഷേ മനിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി, ആ ദുനിയാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് നിങ്ങൾ ഹലാലായിട്ട് തന്നെ സമ്പാദിച്ചിട്ട് അത് വഅൻഫഖ ഫീഹാ ഫീ ഹഖ്ഖിഹി, അത് ഹലാലിന്റെ മാർഗത്തിൽ തന്നെയാണ് നിങ്ങൾ ചെലവ് ചെയ്തതെങ്കിൽ അദ്ഖലഹുല്ലാഹു ദാറൽ ജന്ന, അല്ലാഹു അവരെയും അവന്റെ സന്താനങ്ങളെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമത്രേ. മറിച്ച് വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖ്ഖിഹി ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ. ആരെങ്കിലും ഹലാലല്ലാത്ത അല്ലാഹു നിഷിദ്ധമാക്കിയ ഹബീബായ തങ്ങൾ ഹറാമാക്കിയ വഴികളിലൂടെയാണ് ആരെങ്കിലും പണം സമ്പാദിച്ചു കൂട്ടുന്നതെങ്കിൽ, ആ പണത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ പോറ്റുന്നത്, തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, തൻ്റെ മക്കൾക്ക് അന്നം കൊടുക്കുന്നതെങ്കിൽ, എൻ്റെ പൊന്നുമക്കളെ, ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ, നിന്ദ്യതയുടെ, നിസാരതയുടെ, നികൃഷ്ടതയുടെ നരകാഗ്നിയിലേക്കാണ് അവരെ കൊണ്ടുവരിക എന്ന് കമാ ഖാല റസൂലുള്ളാഹി.